ഇന്നത്തെ എൻ്റെ യാത്ര എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്കാണ്. കോട്ടയത്ത് നിന്ന് 80 കിലോമീറ്ററും മൂവാറ്റുപുഴയിൽ നിന്ന് 25 കിലോമീറ്ററും പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ദൂരം ഇവിടത്തേക്കുണ്ട്. കോട്ടയം ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ മൂവാറ്റുപുഴയിൽ വന്ന് കോതമംഗലം പോയി ഇടത്തോട്ട് തിരിയുക. കാട്ടിൽ കൂടിയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ്. എവിടെ നോക്കിയാലും വേനൽക്കാലം ആണെങ്കിൽ പോലും നല്ല പച്ചപ്പ് ഇപ്പോഴും ഇവിടെ കാണാം. റോഡിൻ്റെ ഇരുഭാഗത്തും ഏകദേശം 15-20 മീറ്ററോളം കാടുകൾ വെട്ടിത്തെളിച്ചിട്ടുണ്ട്. കാരണം റോഡ് വരെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ മൃഗങ്ങൾ വന്നു നിൽക്കുന്നത് യാത്രക്കാർക്കും പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർക്കും വളരെ അധികം ഭീഷണിയാണ്. തന്നെയുമല്ല, തീ പടരുന്നതും തടയുവാനും കൂടിയാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് വനം വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളും നമ്മൾക്ക് വഴിയിൽ കാണുവാൻ സാധിക്കും. അതിൽ ഒന്നാണ് ഈ ബോർഡ്. ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ആനകൾ എപ്പോഴും ഇതുവഴി റോഡ് ക്രോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത കുറച്ച് ഓടിക്കുക എന്ന്. ശനിയാഴ്ചയും ഞായറാഴ്ചയും പിന്നെ മറ്റ് അവധി ദിവസങ്ങളിലും ഈ വഴിയിൽ യാത്രക്കാരുടെ ഭയങ്കര തിരക്കായിരിക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം അന്ന് നമുക്ക് സൗകര്യപ്രദമായി വീഡിയോ എടുക്കാൻ സാധിക്കും. മറ്റ് സഞ്ചാരികളുടെ ബുദ്ധിമുട്ടും നമ്മൾക്ക് ഉണ്ടാവുകയില്ല. ഇപ്പോൾ സമയം 11 മണി. ചെറുതായി തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും ഇതുവഴി വരികയാണെങ്കിൽ നമ്മൾക്ക് മൃഗങ്ങളെ കാണുവാൻ സാധിക്കും. കാരണം വാഹനം ഓടിത്തുടങ്ങുമ്പോൾ മൃഗങ്ങളെല്ലാം ഉൾക്കാട്ടിലേക്ക് വലിയും. ഈ ഇടതുഭാഗത്ത് കാണുന്ന തടാകം പെരിയാറിൻ്റെ ഒരു ശാഖയും കൂടിയാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് തട്ടേക്കാട് പാലത്തിലേക്കാണ്. ഇതാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് അടുത്തുള്ള പെരിയാറിന് കുറുകെയുള്ള പാലം. പെരിയാർ വലതുഭാഗത്ത് കൂടെ വന്ന് ഇടത്തോട്ട് പോകുന്നു. ഈ പെരിയാർ പുഴ പടിഞ്ഞാറോട്ട്, അതായത് ഇടത്തോട്ട് ഒഴുകി 3 കിലോമീറ്റർ കഴിയുമ്പോൾ ഇടമലയാർ പുഴയും വന്ന് ചേർന്ന് രണ്ടുപേരും സംഗമിച്ച് നമ്മുടെ ആലുവ കാലടി ഭാഗത്തേക്ക് ഒഴുകുന്നു. നമ്മളിപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ എത്തിയിരിക്കുകയാണ്. പാലം കഴിഞ്ഞ് തൊട്ട് അടുത്ത് തന്നെയാണ് വലത് ഭാഗത്ത് പക്ഷി സങ്കേതം. ഇവിടെയാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ പക്ഷി സങ്കേതത്തിലേക്ക് പോകാൻ. ഇവിടെ നിന്ന് നമ്മൾക്ക് വനസമ്പത്ത്, കുടംപുളി, തേൻ, ഏലക്ക അങ്ങനെ പല സാധനങ്ങളും വാങ്ങിക്കുവാൻ സാധിക്കും. ആ നേരെ കാണുന്ന വഴിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ അങ്ങോട്ട് പോയില്ല. ഞാൻ തിരിച്ച് പക്ഷി സങ്കേതം കാണാൻ പോവുകയാണ്. തിരിച്ച് റോട്ടിൽ വന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം 100 മീറ്റർ വലത്തോട്ട് പോകുമ്പോഴാണ് ഇടത് ഭാഗത്ത് നമുക്ക് പക്ഷി സങ്കേതം കാണുന്നത്. റോഡിനപ്പുറം ആ കാണുന്നതാണ് തട്ടേക്കാട് മഹാദേവ ക്ഷേത്രം.
അതാ ഇടത് ഭാഗത്ത് ആ കാണുന്നതാണ് തട്ടേക്കാട് ചെക്ക് പോസ്റ്റും. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞുകയാണെങ്കിൽ നമുക്ക് പക്ഷി സങ്കേതത്തിലേക്ക് എത്താൻ സാധിക്കും. ആ കാണുന്നതാണ് പക്ഷി സങ്കേതത്തിൻ്റെ എൻട്രി. പക്ഷി സങ്കേതത്തിൻ്റെ എൻട്രിയിൽ തന്നെ പക്ഷി സങ്കേതത്തിൻ്റെ ഒരു മാപ്പും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഞാനെടുത്ത ടിക്കറ്റ് ഇവിടെ കാണിക്കുകയും നമ്മുടെ ഫോൺ നമ്പറും പേരും മറ്റ് വിലാസങ്ങളും എഴുതി വെച്ചതിന് ശേഷം മാത്രമേ ഇദ്ദേഹം നമ്മളെ അങ്ങോട്ട് കടത്തിവിടുകയുള്ളൂ. കൂടാതെ കാട്ടിൽ നമ്മൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും അദ്ദേഹം തന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ ആയതുകൊണ്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ബോർഡിൽ കണ്ട് മനസ്സിലാക്കിയ ശേഷം വേണം ഇങ്ങോട്ട് പോകുവാൻ. ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ: നമ്മൾ ഒരിക്കലും പുകവലിക്കരുത് കാട്ടിൽ വെച്ച്. പിന്നെ ഫോറസ്റ്റ് അധികൃതർ നിർദ്ദേശിച്ച വഴിയിൽ കൂടി മാത്രമേ നമ്മൾ സഞ്ചരിക്കാവൂ. അതായത് കാട്ടിലോട്ടൊന്നും നമ്മൾ കയറി പോകരുത്. അടുത്തത്, ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുക. വളരെ സൈലൻ്റായി നടന്നുപോയി കണ്ട് നിരീക്ഷിച്ച് മടങ്ങി വരിക. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ആന ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ആന അവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഗേറ്റിൽ നിന്ന് നമ്മളെ കടത്തിവിടുകയുള്ളൂ. പോകുന്ന വഴിയുടെ വലത് ഭാഗത്ത് ഇതുപോലുള്ള ഇലക്ട്രിക് ഷോക്ക് കൊടുത്തുള്ള ഫെൻസിങ് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതിൽ തൊടാതിരിക്കുക. കാരണം വലത് ഭാഗത്ത് ഘോര വനങ്ങളാണ്. അവിടെ നിന്നും മൃഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഈ വേലികൾ ഇവിടെ കെട്ടിയിരിക്കുന്നത്. കുറേ പക്ഷികളെക്കുറിച്ചുള്ള വിശദീകരണം ഈ ഇടത് ഭാഗത്ത് കാണുന്ന ബോർഡിൽ നൽകിയിട്ടുണ്ട്. തികച്ചും ശാന്തമാണ്. ഒരു ചീവീടിൻ്റെ ശബ്ദം പോലും കേൾക്കുന്നില്ല. ഉച്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇടത് ഭാഗത്ത് കാണുന്ന ഈ വെള്ളക്കെട്ട് നേരത്തെ നമ്മൾ കണ്ട പാലത്തിൻ്റെ അടിയിൽ കൂടിയുള്ള പെരിയാറിൻ്റെ ശാഖയാണ്. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് വെള്ളം കുടിക്കുവാൻ വരുവാൻ സാധ്യത വളരെ കൂടുതലാണ്.
ഞാൻ ടിക്കറ്റ് എടുത്ത കൗണ്ടർ മുതൽ ഇപ്പോൾ പോകുന്ന പക്ഷിസങ്കേതത്തിൻ്റെ അവസാനം വരെ ഏകദേശം 2-2.5 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും ദൂരം നടന്നു പോകാൻ സാധിക്കാത്തവർക്ക് അവിടെ നിന്നും സ്പെഷ്യലായിട്ടുള്ള ഇതുപോലെയുള്ള ഇലക്ട്രിക് ബഗ്ഗി കാറുകൾ ലഭ്യമാണ്. 7 സീറ്റുകൾ ഉള്ള കപ്പാസിറ്റിയുള്ള ഈ കാറുകൾക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് യാത്ര തുടങ്ങാവുന്നതാണ്. തിരിച്ച് നമ്മളെ അവിടെ തന്നെ കൊണ്ടുപോയി വിടുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊരു വളരെ സൗകര്യമാണ്. ഇവിടെ നിന്നും വഴി 2ആയി തിരിയുന്നുണ്ട്. ഇടത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളക്കെട്ടിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും ഈ ഭാഗത്ത് ആന വന്ന് പോയതിൻ്റെ ലക്ഷണങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. വീണ്ടും ഞാൻ നേരെ തന്നെ പോയി, ഇടത്തോട്ട് തിരിഞ്ഞില്ല. നേരെ പോയി അവസാനിക്കുന്നതാണ് പക്ഷിസങ്കേതത്തിൻ്റെ അവസാന പോയിൻ്റ്. അതുകൊണ്ട് ഞാൻ നേരെ തന്നെ പോയി. ഇതുപോലെയുള്ള വലിയ വലിയ വള്ളിച്ചെടികളും നമുക്കിവിടെ കാണാം. ഇത്രയും ഞാൻ നടന്നിട്ട് പോലും ഇതുവരെയും ഒരു കിളിയുടെ കരച്ചിൽ കേട്ടിട്ടില്ല. ഉച്ച ആയതുകൊണ്ടാണ് തോന്നുന്നു. കുറച്ച് ചീവീടുകളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അതായത് വൈകിട്ട് 2 സൈഡിലും ഈ ചെടികളൊക്കെ വെട്ടി ഉണക്കിയിട്ടുണ്ട്. കാരണം തൊട്ടടുത്ത് വന്ന് മൃഗങ്ങൾ നിങ്ങൾ അന്ന് പാത്തൊന്നും അറിയത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വൈകിട്ട് 2 സൈഡിലുള്ളതെല്ലാം വെട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വഴി എൻ്റെയാന്ന് തോന്നുന്നു. ഇവിടെ ടൂറിസ്റ്റിനെ കൊണ്ട് വന്ന ഒരു ഇലക്ട്രിക് വണ്ടി കിടപ്പുണ്ട് ഇവിടെ. തൊട്ട് എൻ്റെ മുന്നേ പോയി വന്നതാണ്. പക്ഷെ ഇവരെങ്ങോട്ടാണ് പോകുന്നൊരു പിടിയില്ല. തട്ടേക്കാട് ബേർഡ് സെഞ്ചുറിയുടെ ഇലക്ട്രിക്കാണ്. ഇതിനകത്ത് 2, 4, 6, 8 പേർക്ക് ഇത് വരാൻ പറ്റും. നല്ല ഇല്ലിയുണ്ട്. അവിടുന്ന് ഞാൻ വന്നത്. ഏതായാലും കുറച്ചൊന്ന് ഇരുന്ന് കളയാം. അവിടെ നിന്നുമാണ് ഞാൻ വന്നത്. നേരത്തെ വന്നവർ വാച്ച് ടവറും കണ്ട് വണ്ടി തിരിച്ച് പോവുകയാണ്. എനിക്കൊരു ടാറ്റയും തന്ന് അവർ ബൈ ബൈ പറഞ്ഞു. ആ 7 അംഗ സംഘം ചാലക്കുടിയിൽ നിന്ന് വന്നവരാണെന്നാണ് പറഞ്ഞത് ഫോട്ടോ ഭാഗത്ത്. അവർ പോയതിനു ശേഷം ഞാൻ അവിടുന്ന് എഴുന്നേറ്റു വാച്ച് ടവർ കാണുവാൻ പോയി. ഇതൊരു വാച്ച് ടവർ ആണെന്നാണ് നേരത്തെ പോയവർ എന്നോട് പറഞ്ഞത്. പക്ഷേ ഇത് വാച്ച് ടവർ അല്ല, പക്ഷികളെ നിരീക്ഷിക്കാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഞാൻ വീണ്ടും മുന്നോട്ട് തന്നെ പോയി. റിസ്ക് ഏരിയയാണ്, ഞാൻ അറിഞ്ഞില്ല. അറിയാൻ പറ്റില്ല. കാരണം സേഫ്റ്റി ഫസ്റ്റ്, പിന്നെയാണ് സീറ്റ്സ്.
ഈ വഴി ചെന്ന് കയറുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ തടാകത്തിൻ്റെ അടുത്താന്ന് തോന്നുന്നു. നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് ഓപ്പോസിറ്റൊരു അമ്പത്തിൻ്റെ അടുത്തൊരു തടാകം കണ്ട്. ആ തടാകമാണത്. ഈ തടാകത്തിലാണ് മറ്റേ തട്ടേക്കാട് ബോട്ട് അപകടം നടന്നത്. ഓക്കെ, തിരിച്ചു പോവാം. തിരിച്ചു പോകണം. ആ വഴി കുറച്ച് അപ്പുറമേ ഉള്ളൂ. എന്തായാലും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെ എക്സിറ്റ് ആവണം എന്നുള്ളത്. അത് നല്ലൊരു കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചു പോവാം. വന്ന വഴിക്കൂടെ തന്നെ നമ്മൾ തിരിച്ചു പോകണം. സൈഡിൽ കൈതകളുണ്ട്. ഈ പായ നെയ്യുന്ന മുള്ളു കൈത തോന്നുന്നു. ഒത്തിരി ഇവിടെ. അപ്പോൾ നമുക്ക് വീണ്ടും എൻട്രി ഗേറ്റിൽ പോവാം. എവിടുന്നാണ് വന്നേ അങ്ങോട്ട് തന്നെ. ഒറ്റ വഴിയുള്ളൂ, പോകുന്നത് വരുന്നത് ഒരേ വഴി തന്നെ. ഓക്കേ. അങ്ങനെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വന്നു. പക്ഷികളെ കാണാതെ ഞാൻ മടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ യാത്ര തുടങ്ങിയ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിലുള്ള എതിർവശത്തുള്ള ഒരു കടയിൽ ഉപ്പുസോഡ പറഞ്ഞിരിക്കുകയാണ്. അത് കുടിച്ച് ഞാൻ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. 1 മണിയായോ? ആ ചേട്ടൻ ഉപ്പുസോഡയുമായി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി.